ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ എൻ്റെ വീട്, അതായത് മാളയിലെ പള്ളിപ്പെരുന്നാൾ അവിടുത്തെ അമ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിള്ളേരെല്ലാവരും കഴിഞ്ഞ മാസം തൊട്ട് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനന്ന് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് മക്കളെയും കൂട്ടിക്കൊണ്ട് വൈകിട്ടാണ് പോയത്. അന്ന് രാത്രി ഞങ്ങൾ എല്ലാവരും കൂടി മാളയ്ക്ക് നടക്കുന്നതാണ് കേട്ടോ. അത് നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 15 മിനിറ്റ് നടക്കാനുണ്ട്. ഓട്ടോ വിളിച്ചാൽ വരും, പക്ഷേ നടന്നു കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന വഴിക്ക് വീടുകളൊക്കെ അലങ്കരിച്ചേക്കുന്നതും ഒക്കെ കാണാമല്ലോ. പിന്നെ ഈ കാണുന്ന വീട് നിങ്ങൾ രേഖാചിത്രം മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ കാണിക്കുന്ന മനോജ് കെ ജെൻ്റെ വീട് ഈ വീടാണ് കേട്ടോ. ഞങ്ങളുടെ തൊട്ടടുത്തുള്ള വീട് തന്നെയാണത്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി നടന്നു. പിള്ളേർ കുറച്ച് നേരം നടന്നപ്പോൾ എല്ലാവർക്കും അവശത തുടങ്ങിയിട്ട്, ഉമ്മച്ചിക്കൊന്നും അധികം നേരം നടക്കാൻ പറ്റില്ല, എന്നാലും കാണാനുള്ളൊരു കൗതുകം കൊണ്ടൊക്കെ എല്ലാവരും നടന്നു. പിന്നെ ഞങ്ങൾ ആദ്യം പോകുന്ന വഴിക്ക് അവിടെ ഒരു കടയുണ്ട്, കുഴിമന്തി കട. അപ്പോൾ അവിടെ കയറിയിട്ട് കുഴിമന്തി ഓർഡർ ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞു. കാരണം ഉമ്മച്ചി ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായില്ല. അല്ലെങ്കിൽ ഞങ്ങൾ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കേണ്ടതാണെന്ന്. പുള്ളിക്കാരി എന്തെങ്കിലും വാങ്ങാമെന്ന് വെച്ചിട്ട് തന്നെ ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് അവിടെ കയറിയിട്ട് ഫുഡ് ഓർഡർ ചെയ്തു. അപ്പോൾ ഒരു 9:30 ആകുമ്പോഴേക്കും അവർ ഫുഡ് എടുത്ത് വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ മക്കളുടെ കാട്ടായങ്ങളാണ് ഈ കാണുന്നത്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വീടൊക്കെ നല്ല ഭംഗിയായിട്ടൊക്കെ ആളുകൾ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ നടന്ന് പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയപ്പോൾ തന്നെ ഒരു ഭാഗത്തു നിന്നുള്ള അമ്പ് പോലീസ് സ്റ്റേഷൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നിട്ടാണ്. അവിടെ ചെണ്ടകൊട്ടും അതേപോലെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നടന്നു കേട്ടോ. പള്ളി കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോയാലാണ് മാളപ്പള്ളി. അപ്പോൾ അവിടേക്ക് പോകാൻ നേരത്ത് കടകളും അടക്കം എല്ലാം റോഡിൻ്റെ ഇരുവശങ്ങളും നല്ല ഭംഗിയായിട്ട് ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെയാണല്ലേ. നമ്മളെല്ലാവരും ജാതി മത ഭേദമന്യേ എല്ലാവരുടെയും ആഘോഷങ്ങളും ഒരേപോലെ നമ്മൾ ആഘോഷിക്കാറുണ്ട് അല്ലേ. നമ്മളത് ഹിന്ദുവെന്നോ ക്രിസ്ത്യനെന്നോ മുസ്ലിമെന്നോ ഒന്നും വേർതിരിവില്ലാതെ നമ്മളത് ഏറ്റെടുക്കാറുണ്ട്. അതേപോലെ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഈ അമ്പ് കാണാൻ വേണ്ടിയിട്ട് അവിടെ ഒരുപാട് അന്യമതസ്ഥരായ ആളുകൾ, ഞങ്ങളടക്കമുള്ള ആളുകൾ പോയിരുന്നു. അതെല്ലാ കൊല്ലവും അങ്ങനെ തന്നെയാണ് കേട്ടോ. അതേപോലെ മിക്ക സ്ഥലങ്ങളും നമ്മൾ കാണാറുണ്ട്, ബസ്സുകാരൊക്കെ വണ്ടി നിർത്തിയിട്ട് ചില പള്ളിക്കുറ്റികളിൽ അമ്പലങ്ങളിലൊക്കെ പൈസ ഇടുന്നതൊക്കെ. അതൊക്കെ ഓരോ വിശ്വാസങ്ങൾ, എല്ലാവരും ദൈവങ്ങളും ഒന്നാണ് എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ്. അപ്പോൾ ആ മതസൗഹാർദ്ദമാണ് കേരളത്തെ കേരളമായി നിലനിർത്തുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും അങ്ങനെ തന്നെ പോട്ടെ. എന്തൊക്കെ പ്രശ്നങ്ങളും പ്രകോപനങ്ങളും ഒക്കെ ഉണ്ടായാലും നമ്മളെല്ലാവരും എന്നാണെന്നൊരു മാനുഷിക പരിഗണനയും മൂല്യമൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതിനൊക്കെ അതിജീവിക്കാനായിട്ട് പറ്റുക. പിന്നെ അവിടെ കുറേ അതായത് പള്ളിയിൽ മത്സരം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബാൻഡ് സെറ്റ് അതേപോലെ ചെണ്ടകൊട്ട് അതിൻ്റെയൊക്കെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് അവർ ഓരോ ചെസ് നമ്പറായിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരും സമയം കൊടുത്തിട്ട് അവരവരുടേതായിട്ടുള്ള പരിപാടികൾ അവതരിപ്പിച്ച് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പ്രൈസ് കിട്ടുന്നവർക്ക് വലിയൊരു സമ്മാനമായിട്ട് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. സ്വഭാവം മാറി. അപ്പോൾ അവൻ ഐസ്ക്രീം വേണമെന്നായി, വാങ്ങി കൊടുത്തതിന് അതിൽ വെള്ളം വേണമെന്നായി. അവിടെ കണ്ടിട്ടില്ല നമ്മൾ 8 മണി വരെയാണ് പോയത്. 10 മണിയാവാറായിരുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ശനിയാഴ്ചയാണ് ഞങ്ങളിതിൽ പോയത്. തിങ്കളാഴ്ചയാണ് ശരിക്കും കാണുന്നത്. അന്നാണ് കുറച്ചുകൂടി നല്ല പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നല്ല രസമാണ് കാണാനായിട്ട്. അതേപോലെ റോഡിൻ്റെ ഇരുവശങ്ങളിൽ ഒരുപാട് കടകളും അതേപോലെ നമ്മുടെ വള മാല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കുന്ന കടകളൊക്കെ ഉണ്ടായിരുന്നു. മക്കൾക്ക് എല്ലാം വാങ്ങി കൊടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് തന്നതാണ്. അപ്പോൾ ആദ്യമൊന്നും വേണ്ട, വള മാലയൊക്കെ ഞാൻ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക്. അപ്പോൾ അവർക്ക് മോതിരം വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോൾ അവിടെ മോതിരം ഒഴിച്ച് ബാക്കിയെല്ലാം ഉണ്ട്. ഫൈഹയും കുറേ നേരം പാട്ടൊക്കെ കേട്ട് കിടന്ന് തുള്ളുന്നുണ്ടായിരുന്നു. അത് കഴിയുമ്പോൾ ഐഷാക്കും
ഡാൻസ് കളിക്കണം, എൻ്റെ വീഡിയോ എടുക്കുന്നു പറഞ്ഞ് ഐശ്വര്യം തുടങ്ങിയിട്ട് തുള്ളൽ. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ ഇതുപോലെയൊക്കെ നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ ഇടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളായി. ഒരാൾ അവിടെ റോട്ടിൽ കിടന്ന് കരച്ചിലായി, ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ടാ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അതേപോലെ പടക്കമൊക്കെ പൊട്ടിക്കുന്നതൊക്കെ റോട്ടിൽ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാ വീഡിയോയും കൂടി ഉൾപ്പെടുത്താനായിട്ട് പറ്റില്ല, അത്ര ലോങ് വീഡിയോ ആയിട്ട്. ഇപ്പോഴത്തെ തന്നെ ഞാൻ കുറേ എഡിറ്റ് ചെയ്തിട്ട് 7 മിനിറ്റോളം വീഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ അടുത്തുള്ള പ്രദേശങ്ങളുണ്ടാകുന്ന എല്ലാ പരിപാടികളും കാണാൻ പറ്റുമെങ്കിൽ എല്ലാവരും പോയി കാണാം, അതിന് സഹകരിക്കാൻ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം. അതൊക്കെയാണ് നമ്മളെ മനുഷ്യനായിട്ട് നിലനിർത്തുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ തന്നെ ഈ അടുത്ത കാലങ്ങളിൽ തന്നെ കുറേ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടല്ലേ. ചെറിയ ചെറിയ കാര്യങ്ങളിൽ മതവും ജാതിയൊക്കെ പറഞ്ഞിട്ടുള്ള വേർതിരിവ് അതൊന്നും നമ്മളെ ബാധിക്കാൻ പാടില്ല. നമ്മൾ പല ആളുകളും പല കാര്യങ്ങളും പറഞ്ഞ് പ്രശ്നങ്ങൾക്കും ഒക്കെ വഴിയൊരുക്കും. എന്നാലും നമ്മൾ നമ്മളുടേതായ ഒരു സ്റ്റാൻഡിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്ന സമയത്ത് ഇപ്പോൾ അടുത്ത ഒരു അമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് 4 സൈഡിൽ നിന്നും വന്നിട്ട് അവരൊരു സ്ഥലത്ത് വന്നിട്ട് കൂടിച്ചേരും. അതാണ് അമ്പിൻ്റെ ഒരു പ്രത്യേകത, അതാണ് കാണാൻ ഭംഗിയിട്ട്. അപ്പോൾ ഒരുപാട് പിള്ളേർ ഡാൻസ് കളിക്കുന്നതും അവർ ഇതാവുന്നതൊക്കെ ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ പേരൊക്കെ എന്നെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വലിയ വിഷയമൊന്നുമില്ല, എല്ലാവരും ഫോണായിട്ട് നടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ആദ്യമൊക്കെ ഫോൺ വീഡിയോ എടുക്കുമ്പോൾ എനിക്കൊരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്കതിന് ചമ്മലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പക്ഷെ എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ പരിപാടി, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴി എടുത്തതാണിത്. ഞങ്ങൾ കുറച്ച് നേരം നിന്നുള്ളൂ, മക്കളൊക്കെ ആകെ ഇടങ്ങേറായി നിന്ന് കാല് വേദന എടുക്കണം.